വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഈ സെഷൻ ഇപ്പോൾ തുടങ്ങണ പെട്ടെന്നായതുകൊണ്ട് ഒന്നും ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ടാണ് തുടങ്ങുന്നത്. എങ്കിലും നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശിച്ച് വന്ന കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം ഞങ്ങളെക്കൊണ്ട് തീർച്ചയായിട്ടും സാഹിത്യത്തിലായാലും കലയിലായാലും എല്ലാത്തിലും സാംസ്കാരികപരമായിട്ടും എല്ലാത്തിലും നിങ്ങളെ സംതൃപ്തിപ്പെടുത്തുമെന്ന ഒരു വിശ്വാസത്തോട് ഈ വേദി ഞാൻ തുടങ്ങുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ രണ്ടാമത്തെ മോഡറേറ്ററാണ്. ഞാൻ മോഡറേറ്റർ ആയിട്ട് ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല, എന്നാലും കൂടി ഇപ്പോൾ ചെയ്യുകയാണ് ലൈവായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ അനീസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. പിന്നെ ശ്രീധരൻ ഉണ്ണി സാറിനെയും വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. അപ്പോൾ ആദ്യം നമുക്ക് കവിതയിൽ നിന്നും തുടങ്ങാം. ഓരോ ആൾക്കാരുടെയും കവിതകൾ എങ്ങനെയാണ് അതിൽ നിന്ന് തുടങ്ങാം. അതിനുശേഷം നമുക്ക് ചോദ്യങ്ങളും പിന്നെ പരസ്പരമുള്ള സംവാദങ്ങളും തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് മൈക്ക് അനീഷ് സാറിന് ഞാൻ കൈമാറുകയാണ്. നന്ദി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ദേശീയ ഗോത്ര സാഹിത്യ ഫെസ്റ്റിവൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിന് അതിനൊരു ഉദ്ഘാടന സെഷൻ കാണും. ഉദ്ഘാടന സെഷൻ ശേഷമായിരിക്കും ഇങ്ങനെയുള്ള മറ്റ് അനുബന്ധ പരിപാടികൾ. പക്ഷേ ഇത് ഗവൺമെൻറ് പരിപാടി ആയതുകൊണ്ട് ഉദ്ഘാടനം വൈകുന്നേരം സെഷൻസ് നടന്നുകൊണ്ടിരിക്കും. 3 വേദികളാണ് ഒരേ സമയം. ഒരു സമയത്ത് 3 വേദിയിൽ വ്യത്യസ്തമായിട്ട് ഗോത്രവിഭാഗത്തിൻ്റെ കലകൾ, സാഹിത്യം, അതുപോലെ വ്യത്യസ്തമായ ഭക്ഷണ രീതികളെക്കുറിച്ച്, അവരുടെ കലാപരിപാടികളുടെ പെർഫോമൻസ് വ്യത്യസ്തമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിൽ തന്നെ അധികം മറ്റെങ്ങും നടന്നിട്ടില്ലാത്ത ഒരു ഉദ്യമമാണ്. അപ്പോൾ അതിന് അത്തരത്തിലുള്ള ആയിട്ടുള്ള പോരായ്മകളും മേന്മകളും ഒക്കെ ഉണ്ട്. നമ്മൾ തന്നെയാണ് അതിനെ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഈ സെഷൻ തന്നെ നമ്മളിതിനകത്ത് പങ്കെടുക്കേണ്ട 6 പേരാണ്. ചിലരൊക്കെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, ചിലർ വന്നുകൊണ്ടിരിക്കുന്നതിനുള്ളതുകൊണ്ട് അവരൊക്കെ മറ്റ് സെഷനിലൊക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യും. സാധാരണ ഇത്രയും രാവിലെ ഒരു പരിപാടി തുടങ്ങാറില്ല. സാഹിത്യ പരിപാടികൾ പൊതുവെ ഈ രാവിലെ 9 തുടങ്ങാറില്ല. ഇവിടെ എന്തായാലും കൃത്യമായിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് തീർക്കേണ്ടത് കൊണ്ടാണ് ഈ 9:30 തന്നെ തുടങ്ങാമെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായത്. നമ്മുടെ സെഷനെക്കുറിച്ച് ആർക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇത് കവിതാ മറ എന്ന് പറഞ്ഞ കുറുമ്പ ഭാഷയാണല്ലേ അല്ലേ? മറ എന്നുള്ള ലാംഗ്വേജ് കുറുമ്പ, എനിക്ക് തോന്നുന്നു ഇന്ദു ചേച്ചിയുടെ സംസാരം കുറുമ്പ ഭാഷയിൽ നിന്ന് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു എന്താണ് കവിതാ മറയെന്ന്. നമുക്ക് കേട്ടപ്പം കവിതയുടെ മരം, കവിതയുടെ വൃക്ഷം, അതാണ് കവിതാ മറയോണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഞാനൊരു കവിയാണ്, ഒരു എഴുത്തുകാരൻ. അടിസ്ഥാനപരമായിട്ട് താൻ എന്താണെന്ന് ചോദിക്കുമ്പം ഞാനിതാണെന്ന് പറയുക എന്നതാണ് എനിക്ക് തോന്നുന്നത് എഴുത്തിൻ്റെ ഒരു രീതി. ഞാനൊരു കവിയാണെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ കഴിയണം. ഞാനൊരു കവിയാണ്, കവിതകൾ എഴുതും. കവിതകൾ എഴുതുന്നത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ കവിത എഴുതുന്നത്, അല്ലെങ്കിൽ കവിത എഴുതുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്, കവിത എഴുതുന്നുള്ള ദോഷം എന്താണ്, എന്തിനു വേണ്ടി എഴുതണം, അല്ലെങ്കിൽ കവിതയ്ക്ക് എന്ത് പ്രസക്തി, പുതിയ കാലഘട്ടത്തിൽ കവിതയ്ക്ക് എന്ത് പ്രസക്തി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം പലപ്പോഴും നമുക്കെല്ലാം അറിയാം, നിങ്ങളെല്ലാം സാഹിത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെന്ന നിലയിൽ കവിത എന്തിനു എഴുതണം, കവിത എഴുതിയാൽ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെന്താണെന്ന് പ്രകടിപ്പിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു മനുഷ്യനോട് പറയാൻ കഴിയുന്ന കാര്യത്തിനപ്പുറം നമ്മുടെ ഒരു ആത്മാവിഷ്കാരം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞേ മതിയാകൂ എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ എഴുതുന്നത്. ഞാൻ വളരെ താമസിച്ച്, അതായത് ഞാൻ എഴുതി തുടങ്ങിയിട്ട് ഏതാണ്ട് 7 വർഷമേ ആയുള്ളൂ. ഞാൻ പലരോടും പറയാറുണ്ട്, അതായത് ഞാൻ ഈ മലയാളത്തിലെ കവികളുടെ കൂടെ നടന്ന് ഇങ്ങനെ കവിത എഴുതിപ്പോയ ഒരാളാണ്. 2016 ശേഷമാണ് ഞാൻ എഴുതുന്നത്. അതൊരു 2022
ഞാനൊരു പുസ്തകം ചെയ്തു. പുസ്തകത്തിൻ്റെ പേര് ചക്കക്കുരു മാങ്ങാ മണം എന്നാണ്. ചക്കക്കുരു മാങ്ങാ മണം എന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. മാതൃഭൂമി അടക്കമുള്ള ഏതാണ്ട് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും കവിത അച്ചടിച്ചിട്ടുണ്ട്. പുസ്തകം എഴുതിയതിന് ശേഷം 2022 ശേഷം അങ്ങനെ കവിത എഴുതാറില്ല. 1-2 കവിത എഴുതിയിട്ടുള്ളൂ. അത് ഇങ്ങനെ എഴുതുക എന്നതൊരു നിത്യ തൊഴിലോ അല്ലെങ്കിൽ എഴുതുക എന്നതൊരു അങ്ങനെ എഴുതുന്നതുകൊണ്ട് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നമുക്ക് എഴുതാൻ പറ്റുന്നവർക്ക് എഴുതണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. എനിക്ക് എഴുതിയില്ലെങ്കിൽ പറ്റില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ, എഴുതണമെന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ കവിത എഴുതാറുള്ളത്. അപ്പം അതൊരു നല്ല കാര്യമാണെന്നോ അല്ലെങ്കിൽ അതാണ് മികച്ചതെന്നോ ഇപ്പം ബാലൻ ചുള്ളിക്കാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം 50 വർഷം കൊണ്ട് 150 കവിതയോളമേ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ബാലേട്ടൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, എഴുതാതിരിക്കാൻ പഠിക്കണം ഒരു കവി എന്ന്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എഴുതാതിരിക്കാൻ കൂടി പഠിക്കണം. അല്ലെങ്കിൽ കുറച്ചെഴുതിയാൽ അതായത് നമ്മൾ അതിനകത്ത് അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റുന്നവർക്ക്, ഒരുപാട് സമയം കിട്ടുന്നവർക്ക്, ഒരുപാട് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക്, സമയമുള്ളവർക്ക്, അല്ലെങ്കിൽ വിഷയങ്ങളുടെ ഇങ്ങനെ ധാരാളിത്തമുള്ളവർക്കൊക്കെ ഒരുപാട് എഴുതാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഞാൻ ഈ 8 വർഷമായിട്ട് ഒരു 30-35 കവിതയിൽ കൂടുതൽ എഴുതിയിട്ടില്ല. അതെല്ലാം കൂടെ കൂട്ടിയാണ് ഒരു പുസ്തകമാക്കിയത്. ഞാൻ എൻ്റെ ഒരു കവിത ആദ്യം പറയാം. ആദ്യകാല സമയങ്ങളിലെ കവിതയാണ്. കവിതയുടെ പേര് ആദ്യകാല രാത്രികൾ എന്നാണ്. ആദ്യകാല രാത്രികൾ. കട്ടച്ചേറ് മണക്കുന്ന മോട്ടോർ തറയുടെ മുറി വെള്ളയടിച്ചെടുത്ത് ആദ്യകാല രാത്രികൾ അതിലാക്കണം. കട്ടച്ചേറ് മണക്കുന്ന മോട്ടോർ തറയുടെ മുറി വെള്ളയടിച്ചെടുത്ത് ആദ്യകാല രാത്രികൾ അതിലാക്കണം. രാത്രിയിൽ വരാൽ ഞൊട്ടിയുടെ ഗുളും ഒച്ചയ്ക്ക് കാതോർത്ത് നിന്നിൽ അമർന്നു കിടക്കണം. രാത്രിയിൽ വരാൽ ഞൊട്ടിയുടെ ഗുളും ഒച്ചയ്ക്ക് കാതോർത്ത് നിന്നിൽ അമർന്നു കിടക്കണം. ചാച്ചന്മാരുടെ മുറുക്കാൻ പൊതിയുടെ ചൂരിനൊപ്പം പാതി വിരിഞ്ഞ നെല്ലിൻ്റെ പാൽമണം ഒഴുകി വരണം. ചാച്ചന്മാരുടെ മുറുക്കാൻ പൊതിയുടെ ചൂരിനൊപ്പം പാതി വിരിഞ്ഞ നെല്ലിൻ്റെ പാൽമണം ഒഴുകി വരണം. തൊണ്ട പൊട്ടി പാടി ചക്രം ചവിട്ടിയ ചാച്ചന്മാരുടെ തേക്കുപാട്ടിന് കാതോർക്കണം. തൊണ്ട പൊട്ടി പാടി ചക്രം ചവിട്ടിയ ചാച്ചന്മാരുടെ തേക്കുപാട്ടിന് കാതോർക്കണം. പോക്കുവരവ് നടത്തുന്ന ഭദ്രകാളിത്തള്ളയെ കൈകാണിക്കണം. പോക്കുവരവ് നടത്തുന്ന ഭദ്രകാളിത്തള്ളയെ കൈകാണിക്കണം. മടയുറയ്ക്കാൻ വലിച്ചെറിയപ്പെട്ട ഞങ്ങളുടെ അപ്പന്മാരെ, മുലപിഴിഞ്ഞ് ഞാറിന് കൊടുത്ത ഞങ്ങളുടെ അമ്മമാരെ, മടയുറയ്ക്കാൻ വലിച്ചെറിയപ്പെട്ട ഞങ്ങളുടെ അപ്പന്മാരെ, മുലപിഴിഞ്ഞ് ഞാറിന് കൊടുത്ത ഞങ്ങളുടെ അമ്മമാരെ, ഇതിനൊക്കെ പകരം ചോദിക്കാൻ നല്ലൊരു കുഞ്ഞിനെ തരണേ എന്ന് പാടിത്തുടങ്ങണം. ഇതിനൊക്കെ പകരം ചോദിക്കാൻ നല്ലൊരു കുഞ്ഞിനെ തരണേ എന്ന് പാടിത്തുടങ്ങണം. ഇതൊരു ആദ്യ സമയങ്ങളിൽ എഴുതിയ ഒരു കവിതയാണ്. ഏതൊരാളുടെയും ആദ്യകാല കവിതകൾക്ക് ഒരുപാട് ആത്മാവിഷ്കാരം വരും. നമ്മൾ വായിച്ചതും പഠിച്ചതും നമ്മുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ. ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട്, 30 വയസ്സ് വരെയും മനുഷ്യൻ ശീലങ്ങൾ നിർമ്മിക്കുകയും 30 വർഷങ്ങൾക്ക് വയസ്സിന് ശേഷം ആ ശീലങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതെന്ന്. സ്വാഭാവികമായിട്ടും ഞാൻ പണ്ട് പഠിച്ചു വായിച്ചതും നമ്മൾ കേട്ടുള്ള കഥകളും മുത്തശ്ശി കഥകളും ഇതിനകത്തെല്ലാം വരുന്ന നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്, അത് ആരെഴുതിയാലും സ്വാഭാവികമായിട്ടും ആദ്യകാലത്തെ കവിതയാണെങ്കിലും കഥയാണെങ്കിലും എന്തെങ്കിലും അതൊരു ആത്മാവിഷ്കാരം തന്നെ ആയിരിക്കും വരുന്നത്. പിന്നീടാണ് നമ്മൾ ഇതിനൊരു ഫോം കണ്ടെത്തുന്നതും അതിനൊരു രീതി ഉണ്ടാക്കുന്നതും അതിൻ്റെ ഒരു മാർക്കറ്റ് അടക്കം എങ്ങനെയാണ് നമുക്കൊരു കവിത അച്ചടിക്കേണ്ടത്, എങ്ങനെ അയച്ചു കൊടുത്താൽ അത് പ്രസിദ്ധീകരിക്കും, എങ്ങനെ അയച്ചു കൊടുത്താൽ അത് ശരിയായ രീതിയിൽ ആളുകൾക്ക് ഉൾക്കൊള്ളുമെന്നൊക്കെ നമ്മൾ പിന്നീടാണ് ഒരു ഫോം ഉണ്ടാക്കി വെക്കുന്നത്. ആരും ആദ്യ സമയങ്ങളിൽ കവിത എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും കവിതയിലേക്ക് വരുന്നത് നമ്മളെ തന്നെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ ഉള്ളിൽ കിടക്കുമ്പോൾ അതായിരിക്കും നമ്മുടെ ഒരു ആത്മാവിഷ്കാരമായിട്ടും ആദ്യകാല കവിതകൾ വരുന്നത്. ഓക്കെ, താങ്ക് യു. അടുത്തതായി നമ്മുടെ ഈ വേദി ധന്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീധരൻ ഉണ്ണി സാറിനെ ക്ഷണിച്ചോളും. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇതുപോലെയുള്ള ഒരു ഹൃദ്യമായ വേദിയിൽ പങ്കെടുക്കാൻ. ഇത് ഏത് വേദി എന്ന് ചോദിച്ചാൽ, ആരുടെ വേദി എന്ന് ചോദിച്ചാൽ നമ്മുടെ വേദി എന്ന് പറയുന്നു. ഗോത്ര സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവം, സാഹിത്യോത്സവം
എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇത് നമ്മുടെ വേദിയാണ്. നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് നാം വന്ന വഴിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നത്. ഇവിടെ എൻ്റെ സുഹൃത്ത് കവിതയെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കവിത വന്നത് ഹൃദയത്തിൽ നിന്നാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആദ്യകാല കവിത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മ ആവിഷ്കാരമാണ്. അത് എന്നും നിലനിൽക്കും എന്നും പറയുന്നു. ഇത് തന്നെയാണ് ഏത് കലയെ സംബന്ധിച്ചും പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പഴയ കാലത്ത് നാടോടി പാട്ടുകളുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ നാടോടി പാട്ടുകളാണ് ആദ്യം നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് തോന്നാറുണ്ട്. കാരണം നമ്മൾ ആദ്യം പറയുന്നത്, നമ്മൾ ആദ്യം കേൾക്കുന്നത് അമ്മയുടെ ഒരു മൂളിപ്പാട്ടാണ്. അമ്മ മടിയിൽ വെച്ച് നമ്മളെ താരാട്ട് പാടുന്ന, അതിന് അന്ന് പ്രത്യേകിച്ച് ആദ്യകാലത്ത് പ്രാക്തന കാലത്ത് വലിയ അർത്ഥതലങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ആ മൂളിപ്പാട്ടിന് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഹൃദയത്തെ ആകർഷിക്കാനുള്ളൊരു ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഹൃദയങ്ങളെ ആകർഷിക്കാനുള്ള ശക്തിയുള്ള വാക്കുകൾ ഉണ്ടായി. കുറേ കഴിയുമ്പോൾ വാക്കുകൾക്ക് അർത്ഥമുണ്ടായി. ആ അർത്ഥമുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ ആശയവിനിമയം നടത്തി. ആദ്യകാലത്തെ ചരിത്രം, മാനവരാശിയുടെ ചരിത്രം എടുത്താൽ നമുക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ആശയവിനിമയം നടത്തിയത്. ഏതാനും വാക്കുകളിലൂടെ, ഏതാനും ശബ്ദങ്ങളിലൂടെ, ഒരു കൂക്കി വിളിയിലൂടെ, അല്ലെങ്കിൽ ഒരു വിരുത്തത്തിലൂടെ, ഒരു അട്ടഹാസത്തിലൂടെ, ഒരു ചിരിയിലൂടെ ഒക്കെ നമ്മൾ ആശയവിനിമയം നടത്തിയിരുന്നു. അത് മാറി നമുക്ക് അർത്ഥമുള്ള വാക്കുകളുണ്ടായി, അർത്ഥമുള്ള വാക്യങ്ങളുണ്ടായി, വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമ്മൾ അതിന് ഒരു അർത്ഥം കൊടുത്തു. അങ്ങനെ നമ്മുടെ ആവിഷ്കാരപ്രകാരങ്ങൾ ഉണ്ടായി എന്ന് പറയും. ആവിഷ്കാരപ്രകാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മൾ കണ്ടത് ആവിഷ്കരിക്കാനുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടായി. ഞാൻ കണ്ടത് എന്ത്? എൻ്റെ മുമ്പിൽ കണ്ട ഒരു പൂവ്, ആ പൂവിനെ ആവിഷ്കരിക്കാൻ എനിക്ക് തോന്നി. ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം, അവർ ഒരു പൂവിനെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു കൊച്ചു കുട്ടിയെ കണ്ടാൽ, അല്ലെങ്കിൽ നാട്ടിലൂടെ കാട്ടിലൂടെ മേഞ്ഞ് നടക്കുന്ന ഒരു മാനിനെയോ മയിലിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കന്നുകുട്ടിയെയോ കണ്ടാൽ ആ കന്നുകുട്ടിയെ ആവിഷ്കരിക്കാൻ നമുക്ക് തോന്നും. ആവിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ പറയുക കൊന്നു തിന്ന് എന്നാണ്. പക്ഷേ അന്നത്തെ ആവിഷ്കാരം അങ്ങനെയല്ല. ആ കന്നുകുട്ടി ഇങ്ങനെ പുല്ല് പറിച്ച് തിന്ന്, അല്ലെങ്കിൽ ആ മാൻകിടാവ് പുല്ല് പറിച്ച് തിന്ന് ഇങ്ങനെ ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് കഴിയുന്ന ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. ഈ ചിത്രം നമ്മൾ ആവിഷ്കരിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. ഞാൻ ഇന്ന് ഒരു മാൻകുട്ടി പുല്ല് തിന്നുന്നത് കണ്ടു എന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ആദ്യകാലത്ത് അതിനെ വാക്കുകളിലൂടെ താളാത്മകമായിട്ട് ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരെ പറയുന്നതിന് പകരം നമ്മൾ അതിനെ താളാത്മകമായിട്ട് അല്പം ഒരു ഈണം ചേർത്ത് പാടിക്കൊണ്ട് നമ്മൾ അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വഴി ഉണ്ടായി. ഇങ്ങനെ നമുക്ക് ഭാഷകളുണ്ടായി. ആ ഭാഷകൾ പലതരം ഭാഷകളുണ്ടായി. എങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ മൂല കാരണം, ആരൂഢം എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം കണ്ട നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾ പ്രകൃതിയിൽ കണ്ട അനുഭവങ്ങളാണ്. ആ പ്രകൃതിയെ ആവിഷ്കരിക്കാൻ നമുക്ക് ഒരു ത്വര ഉണ്ടായി. ഞാൻ കണ്ട പ്രകൃതി. അപ്പോൾ ഈ ഞാൻ കണ്ട പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുന്നത് ആരാണ്? അവർക്ക് ആ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദേവനുണ്ടായി, അല്ലെങ്കിൽ ദേവിയുണ്ടായി, അല്ലെങ്കിൽ ഒരു കാരണവരുണ്ടായി എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയാണ് നമ്മൾ ആ പ്രകൃതിയെ ആരാധിക്കാൻ തുടങ്ങിയത്. എല്ലാ പ്രകൃതിയെയും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെയും നമ്മൾ ആരാധിക്കാൻ തുടങ്ങി. ആ രീതിയിലാണ് നമുക്ക് വാക്കുകളൊക്കെ ഉണ്ടായി വന്നത് എന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കവിത, ഒരുപാട് കവിതകൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ എഴുതിയ ഒരു കവിത കൂടി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട്
അത് സമയം കിട്ടുന്ന പക്ഷം ചർച്ച ചെയ്യാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ കവിത ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു എന്നുള്ള ഒരു ചിന്ത. ഞാൻ ആ കവിത ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതായത് ഇതൊരു കൃഷിയെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. കൃഷിയാണ്. ഇപ്പോൾ വേളാമായി അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്ന് നമ്മൾ സാധാരണ പറയും, ഇംഗ്ലീഷിൽ പറയും. ആ അഗ്രികൾച്ചർ എങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നു, ഈ രീതിയിലേക്ക് വന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണം ആണ് ഈ കൊച്ചു കവിത. ഇത് കേൾക്കുക, എന്നിട്ട് എന്ത് മനസ്സിലായി എന്ന് ആലോചിച്ച് പിന്നീട് അതിനെക്കുറിച്ച് വീണ്ടും ആലോചിച്ച് നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. പുതിയ ഒരു കൃഷിപ്പാട്ട് എന്നാണ് ഇത്. ഒന്നാം പടി കടന്ന് നടക്കുമ്പോൾ എന്തെല്ലാം കാഴ്ച വേണം. ഒന്ന് കുറഞ്ഞ 100 പറവിത്ത് വാരി വിതയ്ക്ക വേണം. ഒന്നാം പടി കടന്ന് നടക്കുമ്പോൾ ഒന്ന് കുറഞ്ഞ 100 പറവിത്ത് വാരി വിതയ്ക്ക വേണം. കൊത്തിക്കൊറിച്ചു തിന്നാൻ കിളികുലം തിക്കിത്തിരക്കിടേണം. കൊത്തിക്കൊറിച്ചു തിന്നാൻ കിളികുലം തിക്കിത്തിരക്കിടേണം. തിന്നു മതിച്ചവകൾ മാനം നോക്കി നീളെ പറന്നിടേണം. പാടം കിളച്ചുഴുത് മറയ്ക്കുന്ന നേരുള്ള കാഴ്ച വേണം. പാടിപ്പതിഞ്ഞ നാട്ടിപ്പാട്ടിനീണങ്ങൾ കേൾക്ക വേണം. നാട്ടിപ്പാട്ട്. കന്നുപൊട്ടും കൃഷകർ നീട്ടി പാടുന്ന പാട്ടും വേണം. കുന്നത്തു നിന്നൊഴുകി വരും ചോല തന്നെ കണി കാണണം. കാണണം. തോട്ടിലിളകിയോടി കളിക്കുന്ന മീനുകൾ കാണവേണം. കഞ്ഞിയുമായി വരുന്ന കിടാത്തിതൻ പുഞ്ചിരി കാണാകേണം. കുഞ്ഞിക്കിടാങ്ങളുടെ കലപില കാതിൽ പതിക്ക വേണം. എല്ലാം അറിഞ്ഞും കണ്ടും കാവൽ മാടും പൂകിയുറങ്ങിടേണം. രണ്ടാം പടി കടന്ന് നോക്കുന്നേരം കണ്ടതാം കാഴ്ചകളെ മിണ്ടിപ്പറഞ്ഞ് തീർക്കാൻ അനന്തനും വയ്യാത്ത മട്ടിലല്ലോ. കണ്ട കിനാക്കളെല്ലാം പുല്ലിൽ തൂവിപ്പോയ തവിട് പോലെ. വന്ന കതിരഖിലം പതിരായി മണ്ണിൽ പതിച്ച പോലെ. പട്ടുപോയ വിളകൾ കെട്ടുമണക്കും പോലെ. കാലം പിഴച്ചുപോയ വിളവുകളാകെ ഇടിഞ്ഞ പോലെ. ആരെപ്പണി പഴി പറയാൻ കാലക്കേടിൽ നാട് മുറിഞ്ഞ പോലെ. താടിക്ക് കൈകൊടുത്ത് കാരണവർ കൂരയിൽ കാത്തിരുന്നു. മൂന്നാം പടി കടന്ന് വന്നവരോ മൂന്നാം തലമുറകൾ. പുത്തൻ പുതിയ വിത്ത് വാരിയവർ വാരി പാടത്തു വാരി വീശി. നല്ല വളങ്ങൾ പലതരം വാങ്ങി വിതച്ചു. ചാഴിമരുന്നടിച്ച് പതിരിനെ നാട് കടത്തി വിട്ടു. യന്ത്രക്കലപ്പയാലെ മണ്ണിളക്കി വിത്ത് വിതച്ചൊരുക്കി. നെൽക്കതിർ പെറ്റു വീണു. നല്ല പോലെ കറ്റകൾ കൊയ്തെടുത്തു. കണ്ട് മനം നിറഞ്ഞു. കാരണവർ തൊണ്ണ് കാട്ടിച്ചിരിച്ചു. 1 100 മേനി വിള കണ്ട് തിത്തയ്യം പാട്ടുപാടി. 1 100 മേനി വിള കണ്ട് തിത്തയ്യം പാട്ടുപാടി. ഇതാണ് 1 100 മേനി വിളവ് ഉണ്ടാക്കുന്ന തന്ത്രം. പുതിയ കാലത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. അതുപോലെ തന്നെ കവിതകളിലൂടെ സാമൂഹ്യമായ നിരീക്ഷണത്തിലൂടെ പുതിയ കാലത്തെ
പുതിയ കാലത്തിലേക്കുള്ള മാറ്റത്തെ ആവിഷ്കരിക്കാൻ കവികൾക്ക് കഴിയണം, എൻ്റെ സുഹൃത്തുക്കളായ കവികൾക്ക് കഴിയണം എന്ന് ആണ് എനിക്ക് ആദ്യമായി ഇവിടെ പറയാനുള്ളത്. വീണ്ടും മറ്റൊരു ഊഴം വരികയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വന്ന വഴി മറക്കരുത് എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ വന്ന വഴിയിൽ വന്നതുകൊണ്ട് ഞാൻ എണീച്ച് നിന്ന് നമസ്കാരം പറയുന്നു. പിന്നെ ഞാൻ ആദ്യം കവിത പറയാം, എന്നിട്ട് നമുക്ക് തുടങ്ങാം ബാക്കിയുള്ള കാര്യങ്ങൾ. കവിതയുടെ പേര് കൊട്ടുവായി. കോട്ടുവാന്ന് നമ്മുടെ മലയാളത്തിൽ പറയും. ഞങ്ങളുടെ ഭാഷയിൽ തന്നെ ചെയ്തിട്ടുള്ളൂ. ഇർല ഭാഷയാണ്. ഞാൻ അട്ടപ്പാടിക്കാരനാണ്. അട്ടപ്പാടി ഇർല കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു 14 ലൈന് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടില്ല. ഈ കവിത വായിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് അത് വിവർത്തനം ചെയ്യാത്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. 10 മണി പൂ പൂത്തുതേ ലാറുകുതലയ മിറുകുതലയ. 10 മണി പൂ പൂത്തുതേ ലാറുകുതലയ മിറുകുതലയ. പട്ടം പകൽ ഞാൻ ബാക്കല് നീ വെട്ടൊടുക്ക് സാണി തുളി. അന്തി തങ്ങള് ഈർക്കുത് ഒരു വൈ കഞ്ചിയെ പാത്തത് പോ. മേക്ക് ദിശ നേമ്പാക്കണോ മേലെ വേണ കൊഞ്ചം കുറി വെട്ടണോ. കസങ്ക് കല്ലി ഡാഹ് കൊണ്ടുവരണോ. സാമനെ കുത്തി പുട്ട് പണിവേ കോയിനേറെ ഇപ്പതേ ഒരു വൈ വെത്തലേ പോടും. നിത്ത് വായും വേണ്ട വളട്ടും വേണ്ട എന്നെ നീ ഏമാത്തിട്ട. അതാണ് കവിത. സിമ്പിളാണ്. അതായത് നേരത്തെ അനിൽകുമാർ സാർ പറഞ്ഞ പോലെ നമുക്ക് നിമിഷം കൊണ്ട് ഒരുപാട് കവിതകൾ രചിക്കാൻ കഴിയും. ആ ട്രാൻസ്ലേഷൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, കാരണം ഞങ്ങളെപ്പോലുള്ള ഗോത്ര കവികൾക്ക് ആ ട്രാൻസ്ലേഷനിലാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. മലയാളത്തിലേക്കും വരണം. അപ്പോൾ അവിടെയാണ് സ്ലാങ്ങിൻ്റെ വ്യത്യാസം വരുന്നത്. അതായത് നമ്മൾ ദ്രാവിഡ സംസ്കാരത്തിലാണ് നമ്മളുള്ള സൗത്ത് ഇന്ത്യൻ പീപ്പിൾസ് എല്ലാവരും. പക്ഷേ ലാംഗ്വേജിൽ ഒരു വ്യത്യാസം വരും. മലയാളത്തിൽ പര്യായപദം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വാക്കിന് പല അർത്ഥങ്ങൾ കിട്ടും, പര്യായപദം. പക്ഷേ ഞങ്ങളുടെ ഭാഷയിൽ ഒരു വാക്കിന് അത് സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കണം. ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചള്ളിക്കിട്ട് കിട്ടും. ഞാൻ ആദ്യത്തെ ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു നായ എന്ന് പറഞ്ഞിട്ട്. നായ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ എന്താ? പക്ഷേ ഞങ്ങൾ നായം ബേസുക എന്ന് പറഞ്ഞാൽ, നായ എന്ന് പറഞ്ഞാൽ വർത്താനാണ്. അതായത് ഒരു മൂപ്പനും അവരൊക്കെ, ഞാൻ ഒരു മൂപ്പൻ്റെ താഴെയുള്ള സ്ഥാനത്തിലുള്ളവനാണ്. ഏറ്റവും അട്ടപ്പാടിൽ ഏറ്റവും ചെറിയ വയസ്സിൽ ഒരു മൂപ്പൻ്റെ താഴെയുള്ള ഒരു സ്ഥാനം കിട്ടിയ വ്യക്തി ഞാൻ മാത്രമാണ്. അപ്പോൾ അവർ വന്നിട്ട് ഞാനില്ലാണ്ട് ഒരു കല്യാണം നടക്കില്ല, അവിടെ ഒരു മരണാന്തര ചടങ്ങ് നടക്കില്ല, അതന്നെ എല്ലാത്തിനും ഞാൻ കൂടെ നിൽക്കണം. അപ്പം ഞങ്ങൾ പറയും, വായി നാളേക്ക് നായം ബേസിക്കില്ല എന്ന് പറയും. ഈ നായ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ വേറെയാണ്, നമ്മുടെ ഭാഷയിൽ വേറെയാണ്. അപ്പോൾ ഈ ലാംഗ്വേജ് ട്രാൻസാക്ഷനിൽ വന്നിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. വെറുതെ എനിക്ക് 10 മിനിറ്റ് കൊണ്ട് ഒരു കവിത എഴുതുമെന്ന് പറഞ്ഞാൽ, എനിക്ക് സത്യമായിട്ട് ഞാൻ എല്ലാ വേദികളിലും പറയുന്നതാണ്, ഈ തമിഴ് സിനിമ കൈരൾ ടി വിയിൽ കാണുന്ന പോലെയാണ് എനിക്ക്. ഞങ്ങളുടെ ഭാഷയിൽ എഴുതുന്ന കവിത ഞങ്ങളുടെ ഭാഷയിലുള്ളപ്പോഴാണ് അതിൻ്റേതായ ഒരു ഇതുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇതിപ്പോൾ വെറുതെ ഒരു പേരിന് മാറ്റുകയാണെങ്കിൽ ഒരു വാക്കിന് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കൊന്ന്, ഇപ്പോൾ ഒന്നുമില്ല, ഈ പ്രേമത്തിന് അവർ പളാകുകാർ എന്ന് പറഞ്ഞാൽ പ്രേമം, അതാണ് പളാകുകാർ എന്ന് പറഞ്ഞാൽ പ്രേമം. അതായത് അവർ തമ്മിൽ കോൺവെർസേഷൻ ലവ്. പക്ഷെ അതിനെ വേറെ രീതിക്കും പറയാം, അവർ അത് എവിടെ പളായിക്കൊണ്ടിരുന്നാറ്, അത് പേശിക്കൊണ്ടിരുന്നാറ്. അത് പറഞ്ഞാൽ ഈ രണ്ടിനും ഒറ്റ വാക്കേ ഉള്ളൂ. പര്യായപദം എന്ന് പറയുന്നത് ട്രൈബൽ ലാംഗ്വേജിൽ ഏറ്റവും കുറവാണ്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ വെറുതെ കവിത എഴുതിയിട്ട് കാര്യമില്ലല്ലോ. ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഈ കവിത എനിക്ക് 2 സെക്കൻഡ് കൊണ്ട് ഞാൻ എഴുതിയ കവിത ഞാൻ ചെയ്തില്ല. എഴുതാനുള്ള സമയം മാത്രമേ എടുത്തുള്ളൂ. രാവിലെ 4 മണിക്ക് എണിച്ചു, മിഞ്ഞാന്ന് തന്നെ എണിച്ചു ചെയ്തു. ഇവിടേക്ക് വരുമ്പോൾ ഒരു കവിത പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട്
പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, മലയാളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. കവിത എഴുതാൻ എല്ലാവർക്കും കഴിയും. അതായത് ഒരു സിനിമ വിജയിച്ചാലും രണ്ടാമത്തെ സിനിമ പൊട്ടിപ്പോകുന്ന പോലെയാണ് സംഭവം. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കവി മാത്രമല്ല, സിനിമ, നാടക പ്രവർത്തകൻ കൂടിയാണ്, സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ്, ആക്ടിവിസ്റ്റും കൂടിയാണ്. ഞാൻ അട്ടപ്പാടിയിൽ 8ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. അടുത്ത സിനിമ ജയിലർ 2 അട്ടപ്പാടിയാണ്. അത് കഴിഞ്ഞിട്ട് വിലത്ത് ബുദ്ധ പൃഥ്വിരാജിൻ്റെ, പിന്നെ ആട് 3 അട്ടപ്പാടിയാണ്. 3 സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഇപ്പോൾ അഭിനയിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഓടി വന്നത്. അതാണ് എൻ്റെ അടുത്ത് ഇപ്പോഴും ഫ്രഷ്നെസ് ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് സിനിമയും അറിയാം, നാടകം അറിയാം, പിന്നെ നാട്ടക്കിൽ വന്നിട്ട് മെമ്പറും കൂടിയാണ്, സ്റ്റേറ്റ് നാട്ടക്കിൽ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. കലാ സാംസ്കാരിക പ്രവർത്തനം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ എഴുതണം. ഞാൻ അവസാനമായിട്ട് ചെയ്തത് ദബാരിക്കുരുവാണ്. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം വൈഫിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ബ്രേക്ക് ചെയ്തു എൻ്റെ സിനിമ ഫീൽഡും സാഹിത്യ ഫീൽഡും ചെയ്തിട്ട് ഈ വർഷത്തെ ആദ്യത്തെ പരിപാടി ഇവിടെയാണ്. വൈഫിന് ഒരു സിനിമയും കൊടുത്തിട്ട് ഇവിടേക്ക് ആദ്യ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. കാരണം ഈ കോട്ടുവായി കവിതയിലും പറയുന്നത് അതാണ്. രാവിലെ അവർ എണിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാർ വെറ്റില മുറുക്കും, ഭാര്യയും ഭർത്താവും. അപ്പോൾ ഭാര്യ പറയാണ് 10 മണി പൂ പൂക്കുതേന്ന് പറയുമ്പോൾ 10 മണിക്ക് നമ്മുടെ 10 മണി പുഷ്പമില്ലേ, 10 മണി ആയി എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ വന്നിട്ട് കള്ളം പറയാണ്. നേരത്തെ എണിക്ക്, ആട് മേയ്ക്കാൻ പോകണം, പിന്നെ പറമ്പിൽ പോയിട്ട് എന്തെങ്കിലും പന്നിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്നതാണ്. അവസാനം ഇവർ സംസാരിച്ച് അവസാനം പറയും, നിൻ്റെ ഒരു വൈ വെറ്റില കൂടെന്ന് പറഞ്ഞാൽ ഒറ്റ വെറ്റില തമ്മിൽ വെറ്റിലൊക്കെ മുറുക്കല്ലോ, ഒരു വായ് വെത്തല കൂടെന്ന് പറയുമ്പോൾ നിൻ്റെ ഒരു വായ് വെത്തലയും വേണ്ട, നീ എന്നെ ആളെ പറ്റിച്ചല്ലോ എന്ന്. അത് ഭാര്യ ഭർത്താവിൻ്റെ ഒരു സ്നേഹമാണ്. അതാണ് ഈ കവിതയിൽ ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് അവർ വന്നിട്ട് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിനും കൂടി ഉണ്ടാവില്ല. പക്ഷെ അതൊരു കവിത ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കപ്പോൾ ഒരു 2000-3000 കവിത എഴുതാൻ എനിക്ക് കഴിയും. പക്ഷെ ഞാനത് ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ലാംഗ്വേജിനെ ഇതാക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് എൻ്റെ ലാംഗ്വേജ് ഇപ്പോഴും, ഞാൻ ആ സിനിമ ദബാരിക്കരുവി പ്രിയേട്ടൻ്റെ നാളെ വരും, പ്രിയേട്ടൻ നാളെ ഇവിടുത്തെ സെക്ഷൻ ഉണ്ട് പ്രിയേട്ടന്. അപ്പോൾ ആ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറും ഗാനരചയിതാവും ഏറ്റവും കൂടുതൽ ടൈറ്റിൽ എൻ്റെ പേരാണ് വന്നിട്ടുള്ളത്. സ്ക്രീൻ പ്ലേ എല്ലാം ഞാനാണ് ചെയ്തിട്ടുള്ളത്, ആക്ടർ എല്ലാം. അപ്പോൾ ആ സിനിമ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഭാഷയിൽ ഒരു ഡയലോഗ് പറഞ്ഞു. സ്ക്രീനിൽ നിൽക്കാണ്, ആർക്കെ ഓക്കെ എന്ന് പറഞ്ഞു, ആർട്ടിസ്റ്റ് ഓക്കെ, ലൈറ്റ്സ് ഓൺ. അവർ സൗണ്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ സമയത്ത് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഞാൻ വന്ന എഡിറ്റർ റിപ്പോർട്ടറാണ്, അപ്പോൾ ഞാൻ അസിസ്റ്റൻറ്റും, അപ്പോൾ ക്ലാപ്പും അടിക്കേണ്ടത് ഞാനാണ്. അപ്പോൾ ഞാൻ സാർ എന്ന് പറഞ്ഞു, 1 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞു കൊടുത്തു, ഗളിമേനാലെ ചളി പിടുത്തുള്ള മീൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇർല ഭാഷയിൽ ഒരു ഡയലോഗ് പറഞ്ഞു കൊടുത്തപ്പോൾ അതിൻ്റെ കഥാനായിക, നീ എന്നാണ് നീ തെരിയാത്ത ഭാഷയെല്ലാം പേശിക്കൊണ്ടിരിക്കുക, അതായത് എനിക്ക് മനസ്സിലാവാത്ത ഭാഷയൊക്കെ നിങ്ങൾ പറയണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഇതാണ് ഒറിജിനൽ ഇർല, നീ ഇന്ന് സംസാരിക്കുന്നത് ഇർല അല്ല. ഇപ്പോൾ ഇർല ലാംഗ്വേജിൽ മലയാളം വന്നിട്ടുണ്ട്, തമിഴ് വന്നിട്ടുണ്ട്, തമിഴാണ് മെയിൻ സ്ലാങ്, ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. എത്ര സ്ലാങ്ങാണ് നിങ്ങളൊക്കെ ഇത് ആക്കിയിട്ട് കൊളാബറേഷൻ ആക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്. ശരിക്കും ഒറിജിനൽ ലാംഗ്വേജ് ഇതാണ് എന്ന് പറഞ്ഞു. ഗളിമ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല അവൾക്ക്, ജലദോഷം. അതാണ് ഒറിജിനൽ ലാംഗ്വേജ്. 1970-ഉം 60-ഉം അതിനു മുന്നുള്ള കാലഘട്ടത്തിലൊക്കെ ഞങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ച ഒരു ലാംഗ്വേജ്. അപ്പോൾ ഭാഷ എത്രത്തോളം പുറകോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ട്രൈബൽ ലാംഗ്വേജ് മാത്രം ഞാൻ പറയുന്നില്ല, മലയാളം തന്നെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാവരും ടെക്കികളായി, IIT ഒക്കെ കഴിഞ്ഞ് ടെക്കികളായി, പിന്നെ ബാംഗ്ലൂരും അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയുന്നില്ല, ഈ വേദിയിൽ പറഞ്ഞാൽ അത് വേറെ മാതിരിയാവും, ഞാനതൊന്നും പറയുന്നില്ല. ഒറിജിനൽ ലാംഗ്വേജ് മലയാളത്തിൽ പ്യുവറായിട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവർ ഒരു ദിവസമെങ്കിലും മലയാളം ഒരു ദിവസമല്ല,
കുറച്ച് ദിവസമെങ്കിലും മലയാളത്തിൽ പോയിട്ട് മലയാളം ഇതിൽ സിലബസിൽ പോയി പഠിക്കണം. CBSE അങ്ങനെയൊക്കെ പോയിട്ട് വെറും ഇംഗ്ലീഷും പിന്നെ മിക്സഡ് ലാംഗ്വേജാണ്. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ അതാണ് ഞാനിപ്പോൾ ഓരോ നാടകങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ ലാംഗ്വേജും ഇതൊക്കെ നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും പാഴ്ചയുണ്ടെങ്കിൽ അത് അപ്പം തന്നെ മാറ്റി കൊടുക്കും. അപ്പോൾ ഈ കവിത അങ്ങനെയാണ്. ഞാനിത് കൂടുതൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, കാരണം ഞങ്ങളുടെ ലാംഗ്വേജ് മനസ്സിലായാലേ നിങ്ങൾക്ക് ആ കവിത മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം നിർത്തിയതായി. മേലാൽ ഇനി മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്നില്ല. എൻ്റെ കവിതകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ ഓൺലൈനിലോ എവിടെയെങ്കിലും ഞാൻ പ്രസിദ്ധീകരിച്ചോളാം എന്ന ഒരു വാക്കുണ്ട്. പിന്നെ ഇത്രയും ആധികാരികമായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ അഹങ്കാരം പിടിച്ചവനാണെന്ന് വിചാരിക്കും. അഹങ്കാരമല്ല, എൻ്റെ അടയാളപ്പെടുത്തലാണ് ഞാനിവിടെ കുറിക്കുന്നത്. കാരണം എൻ്റെ പേര് രമേഷ് കുമാർ കെ, RK അട്ടപ്പാടി എന്ന് പറഞ്ഞിട്ട് RK എന്ന പേര് ഞാൻ മാറ്റിയത് എന്തിനാണെന്നറിയോ? അന്ന് അട്ടപ്പാടിക്കാരെന്ന് പറയുമ്പോൾ ഞാൻ ട്രാൻഡ്രത്ത് പോലും ഞാൻ പോയിട്ടുണ്ട്, ഒരു ഫെസ്റ്റിവൽ, ബാമ്പു ഫെസ്റ്റിവലിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മുടെ ഇത് ITDPയുടെ. അപ്പോൾ അട്ടപ്പാടിക്കാരെന്ന് പറഞ്ഞാൽ തുണി കൊടുക്കാത്തവരാണ്, ഈ മറ്റേ ചെടികൾ ഇതൊക്കെ വെച്ചിട്ടുള്ളവരാന്ന് പറഞ്ഞിട്ട് അന്ന് അവഹേളിച്ചപ്പോൾ അതിൻ്റെ പ്രതിഷേധമാണ് എൻ്റെ പേര് എനിക്ക് വേണ്ട, ഞാൻ അട്ടപ്പാടിക്കാരൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അട്ടപ്പാടി RK എന്ന് എൻ്റെ പേര് ചുരുക്കിയത്, അട്ടപ്പാടിക്കാരനായിട്ട് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അഹങ്കാരം പിടിച്ചെന്ന് പറയരുത് കേട്ടോ ഒരിക്കലും. ഞാൻ എൻ്റേതായ ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും? നമസ്കാരം. എനിക്ക് RK അട്ടപ്പാടിയോട് തന്നെയാണ് പറയാനുള്ളത്. ചോദ്യമൊന്നുമല്ല, ഇപ്പോൾ പറഞ്ഞല്ലോ ഇരുള ഭാഷയിലാണ് ഞാൻ കവിത എഴുതുന്നത്, സംസാരിക്കുന്നത്. ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ താല്പര്യമല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അധികമൊന്നും കവിത എഴുതാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നു എഴുതണം. കാരണം മലയാളം മാത്രമല്ലല്ലോ നമുക്കൊരു ഭാഷ എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളതിലൊരു കുറച്ചിലായിട്ടോ ഇനി ഈ ഒരു ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം ഒരു കവിത എഴുതുമ്പോൾ, ഒരു 100 കവിത എഴുതുമ്പോൾ അതിലൊരു വരികളെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ചൊല്ലി പഠിക്കുമ്പോൾ ആ ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാകും എന്നുള്ളതാണ് നമുക്ക് പ്രകാശ് ചന്തളം വഴി മനസ്സിലായത്. അതായത് ഇപ്പോൾ നമ്മൾ വളരെയധികം അഭിമാനിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു നിമിഷമാണ്. കാരണം നമ്മൾ 7ാം ക്ലാസ്സിൽ നമ്മളൊരു ഗോത്രകവീൻ്റെ ഗോത്രഭാഷയിലൂടെ കുട്ടികളും അധ്യാപകരും ചൊല്ലി പഠിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം പഠിച്ചുകൊണ്ട് ഇന്ന് കേരളം വളരുകയാണ്. അപ്പോൾ അതൊരു മലവേട്ടുവ ഭാഷയാണെങ്കിൽ ഒരു ഇരുള കമ്മ്യൂണിറ്റിയിൽ ഭാഷയിലും അല്ലെങ്കിൽ 37 ഗോത്രങ്ങളുടെ ഭാഷയിലും ഇതുപോലെ പൊതുസമൂഹം നമ്മൾ അർത്ഥങ്ങൾ പറഞ്ഞ് പഠിച്ച് അവരത് തമിഴ് ഹിന്ദി സംസാരിക്കും പോലെ ഗോത്രഭാഷ സംസാരിക്കണം. ഇതൊരു ഗോത്രത്തിൻ്റെ മാത്രമല്ല, നമ്മളെ ഇടയിലുള്ള ഗോത്രങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കൂടി ആ ഭാഷ കൈകാര്യം ചെയ്യണം എന്ന് പൊതുസമൂഹത്തിന് കാട്ടിക്കൊടുക്കാനും മാത്രമല്ല, ഇന്ന് നമ്മൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതി വിവേചനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഇതുപോലെയുള്ള കവിതകൾ വഴി പുറം സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം, സിനിമയിലെ പോലെ തന്നെ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് ആ ഭാഷയിൽ എന്നും ഓരോ നിമിഷവും കവിതകൾ പൊട്ടി വിടരട്ടെ എന്ന് ആശംസിക്കുന്നു. ചേച്ചി, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ 2014 ഇവിടെ നിന്ന് തുടങ്ങിയത്. അന്ന് നമ്മൾ കവികളൊന്നല്ല, എഴുത്തുകാർ മാത്രം സാധാരണ. അതിലാണ് പ്രകാശുള്ളത്. പിന്നെ നമ്മുടെ ഇപ്പോൾ രാജേന്ദ്രട്ടൻ ഉണ്ടായിരുന്നു, രാജേന്ദ്രട്ടൻ പോയി. നമ്മുടെ ഇടമലക്കുടിയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്നുണ്ടായിരുന്നത് ഒരു 34 പേര് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ചിത്ര ചേച്ചി ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ നിന്നാണ്. അതാണ് ഞാൻ എണിച്ച് ആദ്യം തന്നെ എനിക്ക് വന്ന വഴി ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞിട്ട് എണിച്ച് നിന്ന് പറഞ്ഞത്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞതും അതേ അഭിപ്രായം തന്നെയാണ്. അതായത് നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമ്മുടെ ഭാഷയെ നിലനിർത്താൻ പറ്റും, അടയാളപ്പെടുത്തണം. പിന്നെ
സിലബസിൽ ഞങ്ങളുടെ ഭാഷയിലും അപ്പോൾ ഈ ഗോത്രബന്ധു എന്ന് പറഞ്ഞിട്ടൊക്കെ ടീച്ചേഴ്സിനൊക്കെ എടുത്ത് മെൻറ്റർ ടീച്ചേഴ്സിനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഞങ്ങളുടെ ഭാഷയിലുള്ള കവിതകൾ അത് സിലബസിലേക്ക് വരണം എന്നൊരു തീരുമാനത്തോടുകൂടി അന്നൊരു 34 പേര് എന്താ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തുടങ്ങിയ ഒരു പ്രയത്നമാണ് ഈ 2025 2014 തുടങ്ങിയ പ്രയത്നം 2025 ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. പിന്നെ വേറൊരു സന്തോഷ വാർത്തയുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സുകുമാരൻ ചാലികഥ വരും, നമ്മുടെ സ്റ്റേറ്റ് സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിലിംഗ് അംഗം. സുകുമാരൻ്റെ കവിത ഈ പ്രാവശ്യം 10ാം ക്ലാസ് കവിതയിലുണ്ട്, 6ാം ക്ലാസ് കവിതയിലുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ചേച്ചി നമ്മുടെ ഒരു അടയാളപ്പെടുത്തൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അങ്ങനെ ചെയ്യണം എന്നതാണ്. വെറുതെ ഒരു റിസർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ വേറെ ഒരു രീതിക്കോ എനിക്കതിൽ താല്പര്യമില്ല. നമ്മൾ ചെയ്യണം. പിന്മുറക്കാർ വന്നിട്ട് അത് റഫറൻസെങ്കിലും ചെയ്യുമെന്നാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ അത് ചെയ്യുന്നില്ല അവർ ആർക്കും. കവിത എന്ന് പറയുമ്പോൾ അവർക്ക് അത് ഒന്നുമില്ല. അവർക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഒരു സിനിമ കാണാം, എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അവരുടെ വൈബ് വേറെയാണ് ഇന്നത്തെ തലമുറ. നമ്മൾ ഇപ്പം ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ റിട്ടയർമെൻറ്റ് ഞാൻ കവിത എഴുതുമ്പോൾ എന്നെ പറഞ്ഞത് റിട്ടയർമെൻറ്റ്കാരാണ് ഈ കവിതയൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ. നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ തന്നെ എന്തിനാ, നിൻ്റെ കുടുംബം ഉണ്ടല്ലോ, നീ നോക്കിപ്പോയാൽ മതി എന്ന്. ഞാൻ ശരിയെന്ന് പറഞ്ഞു. പിന്നെ 2 കൊല്ലത്തെ ബ്രേക്കായിരുന്നു എടുത്തത് എനിക്ക്, ഫാമിലിക്ക് വേണ്ടിയിട്ട്, എൻ്റെ വൈഫിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ വൈഫിന് മനസ്സിലായി, നീ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, ആർക്കേ, നീ ഇറങ്ങിക്കോ, ഫീൽഡിലേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഇതാ ഇപ്പോൾ 4 സിനിമ എൻ്റെ കയ്യിലുണ്ട്. ഇനി പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 4 സിനിമയുടെ കമ്മിറ്റ്മെൻറ്റാണ്. ഡ്യൂട്ടിയൊക്കെ എല്ലാം ഈ മാസത്തെ എല്ലാ ഷെഡ്യൂളും കഴിഞ്ഞു, എല്ലാം ചെയ്തിട്ട് മിണ്ടാണ്ട് വന്നു. അപ്പോൾ നമുക്ക് ഈ ലാംഗ്വേജ് ആയാലും നമ്മുടെ ഇതായാലും നമ്മൾ നിർത്തുന്നില്ല, ചെയ്യും. അത് ചാവുന്നവരെ നമ്മൾ ചെയ്യും. നമ്മുടെ എൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും. ഇപ്പോൾ അതാ അടുത്തിടെ കൂത്തെന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ട്രൈബൽസിൻ്റെ അട്ടപ്പാടിത്തെ കണ്ടിട്ടുണ്ടോ? ഏത് കൂത്താ? റാമർ കൂത്താണോ? അവരുടെ അട്ടപ്പാടിത്തെ റാമർ കൂത്ത് കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഞങ്ങളുടെ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഞങ്ങൾ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. റീബാക്ക് ശില്പശാലൊക്കെ കൊണ്ടുവന്ന് റീബാക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മറന്നു പോകണം, നമ്മുടെ ചെക്കന്മാർ ആരും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സംസ്കാരത്തെയോ നമ്മുടെ ഭാഷേനെയോ നമ്മുടെ കലേനെയോ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല. എന്നിരുന്നാലും അത് ഫോളോ അപ്പ് ചെയ്യേണ്ടത് നമ്മുടെ യുവതലമുറയാണ്, അല്ലെങ്കിൽ നവതലമുറയാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരോട് പറയാനേ പറ്റുള്ളൂ. പക്ഷേ ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. എന്തായാലും ശരി, സാറിന് എന്തെങ്കിലും പറയാം? ഈ വിഷയത്തിൽ ആർക്കെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിനോട് ചിത്ര ചേച്ചി പറഞ്ഞതിനാണ് എനിക്കും പറയാനുള്ളത്. നമ്മൾ എഴുതുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ എഴുതുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ, അല്ലെങ്കിൽ എല്ലാവരെയും മനസ്സിലാക്കാനായിട്ട് സ്പൂൺ സ്പീഡിങ് നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എഴുതിയാൽ മതി. അത് മനസ്സിലാക്കി എടുക്കേണ്ടത് മറ്റുള്ളവർ ആവശ്യമാണ്. അവരത് ഭാഷ പഠിച്ച്, അങ്ങനെയാണിപ്പോൾ ഈ നമുക്കറിയിപ്പോൾ ഈ ലോകത്തിലെ പല രാജ്യങ്ങളെക്കുറിച്ചും, അല്ലിപ്പോൾ ചൈനയുടെ പ്രസിഡൻറ്റിന് ഇപ്പം ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറയാറുണ്ട്. അപ്പം ചൈനയുടെ പ്രസിഡൻറ്റ് പറയുന്നത്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കേണ്ട കാര്യമില്ല, എൻ്റെ രാജ്യത്ത് വന്ന് ബിസിനസ് ചെയ്യണമെങ്കിൽ, എന്നോട് ബന്ധപ്പെടണമെങ്കിൽ, ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പം ഇത് മുഴുവൻ ഗോത്രഭാഷയിൽ എഴുതിയിട്ട് മലയാളിക്ക് മനസ്സിലാകുന്നത് പോലെ ഇതിൻ്റെ അർത്ഥം എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ സ്പൂൺ ഫീഡിങ് ഒന്നും ചെയ്ത് കൊടുക്കണ്ട. മലയാളിക്ക് മനസ്സിലാക്കണമെങ്കിൽ മലയാളി ഗോത്രഭാഷ പഠിക്കുക, ഗോത്രഭാഷ പഠിച്ചിട്ട് ഇത് വായിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഗോത്രഭാഷയിലുള്ള എഴുത്തുകാർ അവരുടെ ഭാഷയിൽ, ഇപ്പം ആർക്കെ പറഞ്ഞതുപോലെ തന്നെ പല വാക്കുകൾക്കും അതിഭയങ്കരമായിട്ടുള്ള സൗന്ദര്യമുണ്ട്. അത് ഈ മലയാളം എന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പം ഞാൻ എൻ്റെ കവിതയ്ക്കകത്ത് എഴുതിട്ടപ്പം
എനിക്ക് തന്നെ അറിയാം. ഇപ്പോൾ നമ്മുടെ ഒരു കോട്ടയത്തിൻ്റെ ഒരു സ്ലാങ് ആണ് വരാൽ ഞൊട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ശങ്കർറാഷ് എന്നോട് ചോദിച്ചു, ഈ അനീഷ ഈ വരാൽ ഞൊട്ടി എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു വരാല് എന്നൊക്കെ പറയുന്നൊരു മീനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഞൊട്ടി എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലുള്ള ഈ വരാലിൻ്റെ ചെറിയ മീനെയാണ്. അതാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ നിന്നിട്ട് വെള്ളം എടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വരാൽ മീൻ എന്നൊക്കെ എഴുതി വെക്കാം, അത് എഴുതേണ്ട ആവശ്യമില്ലെന്ന് തന്നെ എനിക്ക്. അപ്പോൾ ആ കൃത്യമായിട്ട് അത് എഴുതുമ്പോൾ വരാൽ ഞൊട്ടിയെന്ന് എഴുതുള്ളൂ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ ഒന്ന് എന്നോട് ചോദിക്കണം. അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പിന്നെ വേറൊരു ഭാഷയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഷയുള്ള ആൾ കണ്ടെത്തണം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. അല്ലാതെ ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ എൻ്റെ എഴുത്ത് എല്ലാവർക്കും മനസ്സിലാകണം, അത് എല്ലാവർക്കും അത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി എഴുതുന്നതാണ്. നമ്മുടെ ഒരു ആവിഷ്കാരമാണ്, നമുക്ക് വേണ്ടി എഴുതുന്നതാണ്, നമുക്ക് പറയാനുള്ളതാണ്. അത് ലോകത്തിന് മുഴുവൻ പറയാനുള്ളതായിരിക്കണമെന്നൊന്നുമില്ല. അപ്പം നമ്മളെക്കുറിച്ച് എഴുതുക. കാരണം ഇപ്പം ആർക്കെ എഴുതുന്നത് ആർക്കൊക്കെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അല്ല, സുകുമാരൻ എഴുതാൻ സുകുമാരന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, അശോകനാണെങ്കിലും ആരാണെങ്കിലും. അതുകൊണ്ടാണ് ഇപ്പോൾ എന്തിനാണ് മലയാള ഭാഷയിൽ തന്നെ ഇങ്ങനെ ഒരു വ്യത്യസ്തത, ഗോത്ര കവിതകൾ, ദളിത് കവിതകൾ, അല്ലെങ്കിൽ സ്ത്രീ കവിതകൾ, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കവിതകൾ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. കവിത ഒന്നല്ല, മനുഷ്യനൊന്നല്ല, മലയാളം ഒന്നല്ല, അങ്ങനെയല്ല, ഒന്നൊന്നുമല്ല. ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂടുന്നതാണ്. ഇപ്പം കോഴിക്കോടെ മലയാളം കോട്ടയത്തോളം എനിക്ക് കേട്ടപ്പോൾ അത് മനസ്സിലാകത്തില്ല. നമ്മളിപ്പോൾ നല്ല ഭംഗിയാണെന്ന് പറയും കോഴിക്കോടുകാരുടെ. എനിക്ക് കോഴിക്കോട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഞാൻ കോഴിക്കോട് താമസിച്ചിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട് പറയുന്ന പല കാര്യങ്ങളും സ്പീഡ് കൂടി ഒട്ടും മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ കോട്ടയംകാർ പറയാൻ ഞങ്ങൾ അച്ചടി ഭാഷയാണ് സംസാരിക്കുന്നത് പറയാറുണ്ട്. അച്ചടിയൊന്നുമല്ല, എന്താടാ എങ്ങനെ എങ്ങോട്ട് പോവുകയാണ്, മുകളിൽ താഴെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ ഭാഷയുടെ ഒരു വ്യത്യാസം അത് പ്രയോഗിക്കുന്ന, ഇപ്പം മാർക്കെ പറഞ്ഞതുപോലെ നായ എന്ന് പറഞ്ഞാൽ ന്യായം പറയുക. നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നായ എന്ന് പറഞ്ഞ പട്ടിയാണ്. പക്ഷെ ന്യായം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്രഭാഷയിൽ വരുമ്പോൾ അത് സംസാരിക്കുക, കാര്യങ്ങളായുക. അപ്പം അതുകൊണ്ട് ഈ ഭാഷ എപ്പോഴും നമ്മൾ ആശയവിനിമയം നടത്താനുള്ളതാണ് എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ നമ്മളിലേക്ക് വന്നു ചേരുന്നത് കൊണ്ടാണ്. അങ്ങനെ ആശയവിനിമയം നടത്താൻ മറ്റുള്ളതല്ല, ആശയവിനിമയം നടത്തുക മാത്രമുള്ളതല്ല. നമുക്ക് ഈ ഭാഷയിൽ തന്നെ രഹസ്യ ഭാഷയുണ്ട്. ഇപ്പം വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഒരു ഗോത്രം മാത്രം സംസാരിക്കുന്ന ഭാഷയുണ്ട്, നമ്മൾ പൊതുമനുഷ്യനോട് സംസാരിക്കുന്ന ഭാഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഇതിനകത്ത് പറയാനുള്ളൂ, ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് എഴുതി വെക്കുക അത് ഇന്നത്തേന് മാത്രമല്ലല്ലോ. നമ്മൾ എഴുതി വെക്കുന്നത് ഒരിക്കലും ഇന്നത്തേനോ ഈ കാലഘട്ടത്തിലുള്ളവരെല്ലാവരും ഇത് വായിച്ചിട്ട് അവർക്കിതെല്ലാം മനസ്സിലാകണമെന്നുമല്ല. ഇത് ഏതെങ്കിലും കാലഘട്ടത്തിൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡിജിറ്റൽ യുഗത്തിലായതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നൊന്നുമില്ല. ഇത് പേപ്പറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല എഴുതി വെക്കുക. ഇതിവിടെ കാണും. 100 വർഷം കഴിയുമ്പോഴായിരിക്കും ഒരാൾ ഇതെടുത്തിട്ട് ഇങ്ങനെ ഒരാൾ ഇന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു ഡേറ്റയാണ്. ഇങ്ങനെ ഒരാൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ അറിയാം അന്നൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് കിട്ടുന്ന പല വിവരങ്ങളും അന്ന് എങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ ഈ നമ്മൾ പറയത്തില്ലേ, ഇപ്പം ഈ ഒരേ കാര്യങ്ങളിൽ മനുഷ്യൻ അടയാളപ്പെടുത്തി വെച്ചത്, കോറിയിട്ടത്, ചില ചിത്രങ്ങൾ, ഇതിലെല്ലാം നമ്മളിപ്പം കാര്യങ്ങൾ കണ്ടെത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭാഷയെ അത് വേറൊരാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ല, നമുക്ക് നമ്മുടെ ഭാഷ വളരെ വലിയ കാര്യമാണ്. ഭാഷകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്, ഭാഷകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് തന്നെ വളരെ കുറച്ച് മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകളുണ്ട്. അപ്പോൾ ആ ഭാഷകളെ സംരക്ഷിച്ച് ഈ എഴുത്തിന് പറ്റുന്ന ഏറ്റവും വലിയ ശേഷി എന്ന് പറയുന്നത് നമ്മൾ ഈ ഭാഷയെ അടയാളപ്പെടുത്തി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ ഈ ഭാഷയെ പഠിക്കുന്ന ഒരാൾ, ഇതിനെ അന്വേഷിക്കുന്ന ഒരാൾക്ക് ഇതിനെ കണ്ടെത്തി കഴിയുമ്പോൾ ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ചരിത്രമെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നുന്നത്. എഴുത്തുകാരനെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തൻ്റെ ഭാഷയെ സംരക്ഷിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. അയാൾ പോലും അറിയാതെ ഇത് ഭാഷയെ സംരക്ഷിക്കാനാണെന്നൊന്നും പറഞ്ഞല്ല എഴുതുന്നത്. പക്ഷേ ആ എഴുത്തിൽ ചില വാക്കുകളിൽ, ചില പ്രയോഗങ്ങളിൽ നമ്മൾ പോലും അറിയാതെ ഒരു അബോധതലത്തിൽ തന്നെ നമ്മളിത് ചെയ്തു വെക്കുന്നുണ്ട്. അതുകൊണ്ട് എഴുതുക, ഗോത്രകവികളെല്ലാം തന്നെ കൂടുതലായിട്ട് എഴുതുക. അങ്ങനെ വരുമ്പോഴേ ഈ ഭാഷ സമ്പുഷ്ടമാകത്തുള്ളൂ, നമുക്കപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇത്ര മനോഹരമായിട്ടുള്ള ഭാഷയാണല്ലോ, പല വാക്കുകളും ചില പേരുകളാണെങ്കിലും എല്ലാം. അപ്പം നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് നിങ്ങൾ എഴുതുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് സാറിന് കൈമാറാണ്. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ രണ്ടുപേരും പറഞ്ഞത് ഭാഷയിലുള്ള വൈജാത്യങ്ങൾ, ഭാഷ പ്രയോഗിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് മനസ്സിലാക്കിക്കുന്നതിലുള്ള പരിമിതികൾ, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ നമ്മുടെ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയും 6 നാട്ടിൽ 100 ഭാഷ എന്നാണ് പറയുക. കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ ഇങ്ങേയറ്റത്ത് കേരളത്തിൻ്റെ തെക്കേ അറ്റം വരെ നോക്കിയാൽ പല രീതിയിലുള്ള സംസാര ഭാഷകളുണ്ട്.
എങ്കിലും അതൊക്കെ നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവിടെ ഈ വാക്കുകളുടെ ഈ ഡെറിവേഷൻസ്, അതായത് മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഈ പ്രാദേശികമായ ഭേദമനുസരിച്ച് എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനുള്ള നമുക്ക് ഫോക്ലോർ സ്റ്റഡീസൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് പഠിക്കാം. എങ്കിലും നാട്ടുപ്രയോഗത്തിലൂടെ നമ്മുടെ നിരന്തരമായ ഇടപെടലുകളിലൂടെ നമുക്ക് ഈ എല്ലാ ഭാഷയും മനസ്സിലാക്കാനും ആ ഭാഷകളിലൊക്കെ നമ്മുടേതായ രചനകൾ ആവിഷ്കരിക്കാനും കഴിയും എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എല്ലാ കാലത്തും പറയേണ്ടതും അതാണ്. അവിടെ വ്യാകരണം പ്രശ്നമല്ല. തദ്ധിതം അല്ലെങ്കിൽ വൃത്തം, വ്യാകരണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയല്ലേ, പരിമിതികൾ, അതൊന്നും അവിടെ പ്രശ്നമല്ല. നമ്മുടെ ഹൃദയത്തെ ആവിഷ്കരിക്കുക. നമുക്ക് കാലാകാലങ്ങളിൽ നമ്മുടെ പുരോഗതിയെ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ നാഴികക്കല്ലായി നമ്മുടെ ഭാഷ മാറിക്കൊണ്ടേയിരിക്കും. അത് കവിതയായാലും ഗദ്യമായാലും പദ്യമായാലും കഥയായാലും കവിതയായാലും അതല്ല ഏതെങ്കിലും നാടകമായാലും ചലച്ചിത്രമായാലും. ഇവിടെ സൂചിപ്പിച്ചു ചലച്ചിത്രത്തിൻ്റെ പരിമിതികൾ, അതിൻ്റെ സാധ്യതകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഇങ്ങനെ കല എന്ന് പറയുന്നത് ആ ഗോത്രകാലത്തുള്ള കലകൾ മുതൽ ഇങ്ങേ അറ്റത്തുള്ള കലകൾ വരെ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിൻ്റേതായ നാഴികക്കല്ലുകളാണ്.